അഭിഷേക് 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസായിരുന്നു വിധുകുമാരൻ തമ്പി കൊലപാതക കേസ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്ന ഒരു കേസ് തന്നെയായിരുന്നു ഇത്. ഗ്രീഷ്മയുടെ കേസിന് സമാനമായിട്ടുള്ള ഒരു കേസ്. എന്തൊക്കെയാണ് ആ കേസിന്റെ വിശദാംശങ്ങൾ? അരുണിമ പറഞ്ഞ പോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആകെ 3 സ്ത്രീകൾക്കാണ് വധശിക്ഷ ഇതുവരെ വിധിച്ചിട്ടുള്ളത്. 2024 വിഴിഞ്ഞത്ത് ശാന്തകുമാരി വധക്കേസിലെ പ്രതിയായ റഫീഖ ബീവി, അതിനുശേഷം 2025 ഗ്രീഷ്മ, ഇതിനെല്ലാം മുൻപ് 2006 ബിനിതകുമാരി എന്ന സ്ത്രീക്കാണ് ആദ്യമായി കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെടുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. അതിനാധാരമായ സംഭവം വിധുകുമാരൻ തമ്പി എന്ന കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശിയായ ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ പറയപ്പെടുന്ന ബിനിതകുമാരി. ഇദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് ഒരു പലചരക്ക് കട, ലക്ഷ്മി സ്റ്റോഴ്സ് എന്ന കട നടത്തി വരികയായിരുന്ന ഒരാളാണ് ഈ വിധുകുമാരൻ തമ്പി. അതിനെല്ലാം മുമ്പ് ഈ ബിനിതകുമാരി എന്ന സ്ത്രീ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിനിയാണ്. ഇവരെ ഈ വിധുകുമാരൻ തമ്പി കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ്. അതിനു മുൻപ് ഇവർക്ക് ഒരു കല്യാണം കഴിച്ചിരുന്നു. അത് വേർപെടുത്തി നിൽക്കുന്ന സമയത്താണ് ഈ വിധുകുമാരൻ തമ്പിയുമായി ഈ ബിനിതകുമാരി പ്രണയബന്ധത്തിലാവുന്നതും പിന്നീട് അവരുടെ കല്യാണം കഴിയുന്നതും. കല്യാണത്തിന് ശേഷമാണ് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് ഇവർ ഒരു പലചരക്ക് കട നടത്തുന്നത്. കടയിലെ നിത്യസന്ദർശകനായിരുന്നു രാജു എന്ന ആലപ്പുഴ സ്വദേശിയായിരുന്ന മിലിറ്ററി ക്യാമ്പിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്ന ഒരു യുവാവ്. അയാൾക്ക് ആ കടയിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ആ പരിചയം പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക് വരെ ഇയാൾക്ക് ക്ഷണിക്കാതെ എത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഈ വിധുകുമാരൻ തമ്പി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. അത്യാവശ്യം ആ ഒരു കാലഘട്ടത്തിൽ 1999 ഈ സംഭവങ്ങളുടെ തുടക്കം. വീഡിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഈ രാജു ഇവരുടെ വീട്ടിൽ സന്ദർശനത്തിന് എത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിചയം പിന്നീട് പ്രണയമായി വളരുകയും വിധുകുമാരൻ തമ്പി ഇത് മനസ്സിലാക്കുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അങ്ങനെ ഈ രാജുവും ബിനിതകുമാരിയുമായിട്ടുള്ള പ്രണയബന്ധം പിന്നീട് ഈ വിധുകുമാരൻ തമ്പി കണ്ടെത്തുകയും അതിൽ നിന്ന് ഇവരെ വിലക്കുകയും ചെയ്തതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം, ഇവരുടെ കുടുംബ ബന്ധത്തിലടക്കം പ്രശ്നങ്ങളുണ്ടായി. ഇവർക്ക് 5 വയസ്സുള്ള ഒരു മകളുണ്ട്. മകളുടെ പേര് പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ ഈ പ്രശ്നം പിന്നീട് മൂർച്ഛിച്ച് ഇരുവരും ഇവിടെ നിന്ന് വേട്ടമുക്കിലേക്കുള്ള വാടക വീട്ടിലേക്ക് താമസം മാറുന്നു. വിധുകുമാരൻ തമ്പിയിൽ നിന്ന് മാറി രാജുവും ബിനിതകുമാരിയും വേട്ടമുക്കിലേക്കുള്ള വാടക വീട്ടിലേക്ക് മാറുന്നു. അങ്ങനെ വാടക വീട്ടിൽ സ്ഥിരതാമസമാക്കുമ്പോഴും ഈ വിധുകുമാരൻ തമ്പി ഇവരെ സ്ഥിരമായി ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. കാരണം ഭാര്യയോടുള്ള അമിതമായ സ്നേഹം കാരണമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിൽ ഇവരെ സ്ഥിരമായി ശല്യപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു കേസ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. ആ ഇടയ്ക്കാണ് ഈ ബിനിതകുമാരി സ്വന്തം പേരിലുള്ള വസ്തു വിൽക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഭാര്യയുടെ പേരിലുള്ള സ്വത്തിൽ തനിക്കും അവകാശമുണ്ടെന്ന് കാണിച്ചാണ് ഇയാൾ ഇതിനൊരു പോലീസിൽ പരാതിപ്പെടുന്നത്. അങ്ങനെ ഇവർ അവിടെ നിന്ന് കാർത്തികപ്പള്ളി സ്വദേശിയാണ് ഈ രാജു എന്ന് പറയുന്ന വ്യക്തി, ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശിയാണ്. കാർത്തികപ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ രാജുവിന് ആദ്യ ഭാര്യ മരണപ്പെട്ടതാണ്. 2 മക്കളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആദ്യ ഭാര്യയുടെ മരണത്തിൽ രാജുവിനെതിരെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഈ രാജു ബിനിതകുമാരിയുമായിട്ട് കാർത്തികപ്പള്ളിയിലെ വീട്ടിലേക്ക് വരുന്നത് ഈ വിധുകുമാരൻ തമ്പി വിവരമറിയിക്കുന്നത് ഈ രാജുവിൻ്റെ ആദ്യ ഭാര്യയുടെ അച്ഛനാണ്. അങ്ങനെ വിധുകുമാരൻ തമ്പി ഇതറിയുന്നു. അതിനുശേഷം പിന്നെയും തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഇയാൾ വിഘാതമാകുമെന്ന് കാണുമ്പോഴാണ് ഇയാളെ ഇല്ലാതാക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇവരെത്തുന്നത്. അങ്ങനെ ഇവർ അതിനുള്ള പദ്ധതി തയ്യാറാക്കി. അതുപ്രകാരം ബിനിതകുമാരി വീണ്ടും സ്നേഹം ഭാവിച്ച് ഈ വിധുകുമാരൻ തമ്പിയുടെ അടുക്കലെത്തുന്നു. അങ്ങനെ കഴിഞ്ഞതെല്ലാം മറന്ന് തന്നെ സ്വീകരിക്കണമെന്ന് ഇയാളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും ഇയാൾ പഴയതെല്ലാം മറക്കാൻ തയ്യാറായി. അങ്ങനെ വിധുകുമാരൻ തമ്പിയുമായി ഈ ബിനിതകുമാരി കൊല്ലം മുണ്ടയ്ക്കലിൽ ഉഷ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. അങ്ങനെ ഈ വിധുകുമാരൻ തമ്പിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തുക എന്നായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഗാർഡിനൽ ഫീനോബാർബിറ്റോൾ എന്ന് പറയുന്ന അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ഗുളിക, ആ ഒരു ടാബ്ലറ്റ് പൊടിച്ച് ചായയിൽ കലർത്തി ഇയാൾക്ക് നൽകാനായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ 2000 ഏപ്രിൽ 15 ഇതുപ്രകാരം ഈ ഗാർഡിനൽ ഫീനോബാർബിറ്റോൾ എന്ന ടാബ്ലറ്റ് പൊടിച്ച് ചായയിൽ കലക്കി ഇയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെട്ട് ഇയാൾക്ക് രോഗം മൂർച്ഛിക്കുമ്പോൾ അവശതയായി ഇയാളെ കൊലപ്പെടുത്താമെന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ ഈ മരുന്ന് കൊടുക്കുന്നു. അത് കഴിച്ച ഇയാൾ അവശനാകുന്നു, എന്നാൽ മരണപ്പെടുന്നില്ല. അങ്ങനെ ഇവർ ഈ 2 ദിവസം തുടർച്ചയായി മരുന്ന് കൊടുക്കുന്നു. പിറ്റേ ദിവസം അവശനായപ്പോൾ
ഇയാൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ താഴത്താണ് വീട്ടുടമ താമസിക്കുന്നത്. വീട്ടുടമയുടെ അടുക്കലേക്ക് എത്തിയ ഈ ബിനിതകുമാരി തൻ്റെ ഭർത്താവിന് അസുഖമാണ്, അടിയന്തരമായ ആശുപത്രിയിലേക്ക് എത്തിക്കണം, തനിക്ക് തൻ്റെ ബന്ധുവിനെ ഫോൺ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ബന്ധുവിനെ ഫോൺ വിളിക്കുന്ന ഇവർ ബന്ധുവിനെയല്ല വിളിക്കുന്നത്, ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ബിനിതകുമാരിയുടെ ഫോൺ കോളും പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ രാജുവിനെ ഫോൺ വിളിക്കുന്നു. വീട്ടുടമസ്ഥ ഈ ഫോൺ കോൾ കേട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം ഈ രാജു താമസിച്ചിരുന്ന ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റും ഇത് കേട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബിനിതകുമാരി ഒന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി വൈകി വന്നാൽ മതി. അതുപ്രകാരം രാത്രി 7 മണിയോടെ ഒരു വെളുത്ത അംബാസിഡർ കാറിൽ മുണ്ടയ്ക്കലെ വാടക വീട്ടിലേക്ക് എത്തുന്ന രാജു വീട്ടിലേക്കെത്തി രാജുവും ബിനിതകുമാരിയും ചേർന്ന് ഇയാളെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെയുള്ള ഒരു ശ്രമത്തിനിടെ ഇയാളുടെ അവശനിലയിലായ ഒരു സെമി കോൺഷ്യസ് സ്റ്റേജിലായ ഇയാളുടെ കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ശബ്ദമുണ്ടാക്കി. അലറി വിളിച്ച ഇയാളുടെ വായ പൊത്തിപ്പിടിച്ച് ഈ ബിനിതകുമാരി ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള ശ്രമത്തിനിടെ ഇവരുടെ വലത് കൈയിലെ നടുവിരലിൽ ഈ വിധുകുമാരൻ തമ്പി ശക്തിയായി കടിച്ചു. അവിടെ നിന്ന് രക്തം പൊടിഞ്ഞു. പെട്ടെന്ന് അപകടം മനസ്സിലാക്കിയ ഇരുവരും ഇയാളെ കാറിൽ കയറ്റി ഈ കുമാരപുരത്തെ വാടക വീട്ടിലേക്ക് എത്തിക്കുന്നു. ഈ ഉഷ എന്ന് പറയുന്ന വീട്ടുടമസ്ഥ ജനറൽ ആശുപത്രിയിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അന്നേ ദിവസം വിധുകുമാരൻ തമ്പി എന്ന പേരുള്ള ഒരാളെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നറിയുന്നു. അങ്ങനെ സംശയമുണ്ടാകുന്നു. ഈ അപസ്മാരത്തിനുള്ള ഗുളിക ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഇയാൾ മരിക്കുന്നില്ല. അങ്ങനെ ഇവർ വീണ്ടും ഒരു ഫ്യൂരിഡാൻ എന്ന് പറയുന്ന വിഷം കുത്തിവെക്കുന്നതോടെ ഇയാളുടെ മരണം സംഭവിക്കുന്നു. മരണം സംഭവിച്ചതിന് ശേഷം ഇയാളുടെ ശവശരീരവും ഉപേക്ഷിക്കാൻ ഇവർ കണ്ടെത്തുന്നത് ഊട്ടിയാണ്. ഇരുവരും ചേർന്ന് ഒരു യാത്ര പോകാൻ പുറപ്പെടുന്നു. അതുപ്രകാരം ഒരു ടാക്സി വിളിക്കുന്നു. ഈ ടാക്സി എത്തുമ്പോൾ ടാക്സി ഡ്രൈവറെ കുഞ്ഞിന് ജ്യൂസ് മേടിക്കാനെന്ന് പറഞ്ഞ് തൻ്റെ സ്കൂട്ടർ കൊടുത്ത് ഇയാൾ കടയിലേക്ക് വിട്ടു, രാജു. അങ്ങനെ ഈ ടാക്സി ഡ്രൈവർ ഈ ജ്യൂസ് മേടിക്കാൻ പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് മാറ്റിൽ ഇയാളുടെ നഗ്നമായ ശവശരീരം കിടത്തി പൊതിഞ്ഞ് അതൊരു ബെഡ്റോളിൽ ചുരുട്ടി കാറിൻ്റെ ഡിക്കിയിലേക്ക് ഇടുന്നു. ഈ സമയത്ത് ഡ്രൈവർ അവിടെ ഇല്ല. ഡ്രൈവർ ഈ കുട്ടിക്ക് ഈ ഫ്രൂട്ട് ജ്യൂസ് വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയ സമയമാണ്. അങ്ങനെ ഈ ബെഡ്റോളും ചുരുട്ടിക്കൂട്ടി ഈ കാറിൻ്റെ ഡിക്കിയിലിട്ട് ഇവർ നേരെ ഊട്ടിക്ക് പോയി. ഊട്ടിയിൽ പോകുന്ന വഴിക്ക് ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ ഊട്ടിയിലേക്കുള്ള 6ാമത്തെ ഹെയർപിൻ വളവിൽ വണ്ടി തണുപ്പിക്കാൻ വേണ്ടി റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ ഡ്രൈവർ വണ്ടി നിർത്തിയപ്പോൾ ഈ ഡ്രൈവർ കാണാതെ ഈ ബെഡ്റോൾ എടുത്ത് കൊക്കയിലെറിഞ്ഞത് ശബ്ദം കേട്ട ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇയാൾ കൊക്കയിലേക്ക് എറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിലെ പഴയ സാധനങ്ങളും തുണിയുമൊക്കെയാണ് കൊക്കയിലേക്ക് എറിഞ്ഞതെന്ന് പറയുന്നു. അയാൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവർ കൂനൂരിലും ഊട്ടിയിലും പോകുന്നു. അവിടെ 2-3 ദിവസം താമസിക്കുന്നു. ഈ സമയത്ത് തന്നെ വിധുകുമാരൻ തമ്പിയുടെ സഹോദരനായ അയാൾ എനിക്ക് തോന്നുന്നു പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആളാണ് ഇയാളുടെ മിസ്സിംഗ് കേസ് പോലീസിൽ അറിയിക്കുന്നത്. അത് പ്രകാരമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇരുവരും ഊട്ടിയിൽ നിന്ന് മടങ്ങിയെത്തി പിറ്റേ ദിവസം ഇവർ താമസിച്ചുകൊണ്ടിരുന്ന മുണ്ടയ്ക്കലെ വാടക വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പെറുക്കി പോകാൻ തുടങ്ങുമ്പോഴാണ് ഉഷ ഇവരോട് ചോദിക്കുന്നത് വിധുകുമാരൻ തമ്പി എവിടെയെന്ന്. അങ്ങനെ ഇരുവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അയൽക്കാരടക്കം സംഘടിച്ചെത്തി പോലീസിനെ അറിയിക്കുന്നു. അത് പ്രകാരം പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചു. പക്ഷേ ദൃക്സാക്ഷികളില്ലാത്ത കേസാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അങ്ങനെ ഇത് സംശയത്തിന്റെ പേരിലാണ് അതെ, ഈ ഉഷ എന്ന വീട്ടുടമസ്ഥയുടെ സമയോചിതമായ ഇടപെടലാണ് ഇതൊരു കൊലപാതകമായി. അങ്ങനെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ഇരുവരും കൊക്കയിൽ ഈ ഊട്ടിയിലേക്കുള്ള യാത്രാമധ്യേ കൊക്കയിൽ ഈ ശവശരീരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ 6 ദിവസമായി 24-ാം തീയതി എന്തോ ആണ് ഇയാളുടെ ബോഡി ഈ ഊട്ടിയിലെ കൊക്കയിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് അവിടെ തണുപ്പുള്ള കാലാവസ്ഥ ആയതിനാൽ ഈ ബോഡിക്ക് വലിയ കേടുപാടൊന്നും സംഭവിച്ചിരുന്നില്ല. രാസപരിശോധനയിൽ തന്നെ ഇതിനകത്ത് എന്താണ് ഇയാൾ കഴിച്ചത്, എന്ത് വിഷമാണ് ഇയാളുടെ മരണത്തിന് കാരണമായത് എന്നടക്കം ലഭിച്ചിരുന്നു. അങ്ങനെ ഇത് പിന്നീട് പോലീസ് കൃത്യമായി അന്വേഷിച്ചു. ദൃക്സാക്ഷികൾ ഒന്നുമില്ലാതിരുന്നു. പിന്നീട് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ രാജുവിൻ്റെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഇയാളുടെ ക്യാമറ, തൊണ്ടി മുതലായി കണ്ടെത്തിയ ക്യാമറ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇരുവരും ഇത് പ്രതിഭാഗം ഈ പ്രോസിക്യൂഷൻ്റെ വാദത്തെ തള്ളി മേൽക്കോടതിയിൽ പോയി. പക്ഷേ മേൽക്കോടതി ഈ തൊണ്ടി മുതൽ പരിശോധിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഈ തൊണ്ടി മുതൽ പരിശോധിച്ചപ്പോൾ ഈ ക്യാമറയുടെ ഫിലിം റോളിൽ നിന്ന് ഇരുവരും ഊട്ടിയിൽ ടൂർ പോയ സമയത്തെ ഫോട്ടോകൾ കണ്ടെത്തുന്നത്. ആ ഫോട്ടോയിൽ എല്ലാ ക്രൈമിലും ഒരു ദൈവത്തിൻ്റെ കൈ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ
ഈ നേരറിയാൻ CBI എന്ന മമ്മൂട്ടിയുടെ സിനിമയിൽ ഒരു ചിത്രത്തിൽ കയ്യിൽ മുറിപ്പാടുമായി നിൽക്കുന്ന ആ സ്ത്രീ കൊല ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ചിത്രത്തിലൂടെയാണ്. അതുപോലെ തന്നെ അതിനാധാരമായ സംഭവം ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഊട്ടിയിൽ ഇവരെടുത്ത 23 ഫോട്ടോകളിലെല്ലാം ഈ ബിനിതകുമാരിയുടെ വലത്തെ കൈയിലെ നടുവിരലിൽ ഇത്തരത്തിൽ ഒരു ബാൻഡേജ് ഉണ്ട്. അങ്ങനെയാണ് ഇത് വിധുകുമാരൻ കടിച്ച മരണോപ്രാളത്തിൽ അയാൾ ഭാര്യയെ കടിച്ച ആ പാട് കാണുന്നത്. അങ്ങനെ അതൊരു തെളിവായി. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ S. ഷേണാജി എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറാണ് ഈ കേസ് വാദിച്ചത്. അതിനുശേഷം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 2006 അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് ഈ ബിനിതകുമാരിക്ക് വധശിക്ഷ വിധിച്ചു. 2ാം പ്രതിയാണ്. അങ്ങനെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് അയച്ച ബിനിതകുമാരിക്ക് മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. 2007 ഒക്ടോബറിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് JB കോശി, ഹേമ തുടങ്ങിയവരടങ്ങുന്ന ബെഞ്ച് ഈ വധശിക്ഷ ഒഴിവാക്കി ഇത് ജീവപര്യന്തമായി കുറച്ചു. ഇപ്പോൾ അട്ടക്കുളങ്ങര സബ് ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിനിതകുമാരി. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വനിതാ കുറ്റവാളി ആയിരുന്നു ബിനിതകുമാരി. എന്തായാലും ഇപ്പോൾ ആ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചിട്ടുണ്ടെന്നാലും ജീവപര്യന്തം അട്ടക്കുളങ്ങര സബ് ജയിലിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.